ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ദിവസവും വീഡിയോ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സെറ്റിംഗ്സ് നിർബന്ധമായിട്ടും ചെയ്തു വെക്കുക. നമ്മളിപ്പോൾ ഫാമിലിയുടെ കൂടെയൊക്കെ ഇരുന്ന് വീഡിയോ കാണുന്ന സമയത്ത് ചില സമയത്ത് അത്ഭുതകരമായിട്ടുള്ള ചില കണ്ടന്റുകളൊക്കെ കയറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്നെ പറയും, ഷേ മോശമായിപ്പോയി അല്ലെങ്കിൽ വളരെ നാണക്കേടായിപ്പോയി എന്നൊക്കെ നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റിംഗ്സ് എനേബിൾ ചെയ്യാൻ വേണ്ടി പറയുന്നത്. എവിടെയാണ് ആ സെറ്റിംഗ്സ് ഉള്ളത്, എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ വലതുവശത്ത് മുകളിൽ കാണുന്ന പ്രൊഫൈൽ പിക്ചറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ തന്നെ സെറ്റിംഗ്സിന്റെ ഗിയർ ചിഹ്നം കാണാം. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് കുറച്ച് താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടന്റ് പ്രിഫറൻസസ് എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇവിടെ തന്നെ നിങ്ങൾക്ക് വാട്ട് യു സീ എന്ന ഭാഗത്ത് രണ്ടാമത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈലിൽ ഡിഫോൾട്ട് എന്ന ഭാഗത്താണ് നിങ്ങളുടെ ഫേസ്ബുക്കിൽ ഉള്ളതെങ്കിൽ അത് ഷോ ലെസ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം ഇവിടെ സേവ് കൊടുക്കുക. ഇവിടെ ഓക്കെ കൊടുക്കുക. ഇതാണ് ഫേസ്ബുക്കിൽ ചെയ്യേണ്ട സെറ്റിംഗ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കണ്ടന്റ് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ആ ഒരു കണ്ടന്റ് ഒരിക്കലും തന്നെ ഫേസ്ബുക്കിൽ കയറി വരില്ല. ഓക്കെ, അപ്പോൾ ഫേസ്ബുക്കിൽ നിർബന്ധമായിട്ടും അങ്ങനെ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ ചെയ്യുക. അതിനുശേഷം നമുക്ക് ബാക്ക് വരാം. ഇവിടെ ഞാൻ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ താഴെ വലതുവശത്ത് കാണുന്ന പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക. മുകളിൽ വലതുവശത്ത് കാണുന്ന 3 ലൈൻസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് താഴേക്ക് വരാം. എവിടെയും കണ്ടന്റ് പ്രിഫറൻസസ് എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ തന്നെ നിങ്ങൾക്ക് മുകളിൽ നിന്നും നാലാമതായിട്ട് അതേ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഓപ്ഷൻ അവിടെ ആരോ മാർക്ക് ഉണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും ലെസ് എന്ന ഭാഗം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. മറ്റുള്ള ഓപ്ഷനിലാണെങ്കിൽ നിങ്ങൾ ലെസ് തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടന്റുകളൊന്നും തന്നെ വരികയില്ല. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് വന്നിട്ട് യൂട്യൂബ് ഒന്ന് നോക്കാം. യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് വലതുവശത്ത് താഴെ കാണുന്ന ആ ഒരു പ്രൊഫൈൽ പിക്ചറിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വലതുവശത്ത് മുകളിൽ കാണുന്ന സെറ്റിംഗ്സിന്റെ ഗിയർ ചിഹ്നം സെലക്ട് ചെയ്തിട്ട് ജനറൽ എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ റെസ്ട്രിക്റ്റഡ് മോഡ് എന്ന ഭാഗം ഓഫിൽ കിടക്കുന്നത് കാണാൻ സാധിക്കും. അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ യൂട്യൂബിലും ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടന്റുകൾ ഒരിക്കലും കയറി വരില്ല. പക്ഷേ യൂട്യൂബിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിലുള്ള ഒരു വീഡിയോസിനും കമൻറ്റ് ഇടാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ വീഡിയോക്ക് മറ്റുള്ളവർ കമൻറ്റ് ഇട്ടത് കാണാനും സാധിക്കില്ല. അപ്പോൾ ആ സമയത്ത് മാത്രം ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. മറ്റുള്ള സമയത്തൊക്കെ ഇത് ഓൺ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.